ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ മരുന്നുകൾക്ക് വില കുറവാണെന്നത് നമുക്കൊരു പുതിയ അറിവല്ല. എന്നാൽ ഒരു വിദേശി സ്വന്തം അനുഭവത്തിലൂടെ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിന് പ്രാധാന്യമേറും. കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്തിലെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മരുന്ന് വാങ്ങിയ അനുഭവം പങ്കുവച്ചുകൊണ്ട് 25 വയസ്സുകാരിയായ വിദേശ സഞ്ചാരി ഇനസ് ഭാര്യ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. അങ്ങനെ ആ പോസ്റ്റ് ഇട്ട വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. ജോലി ഉപേക്ഷിച്ച് ലോകം ചുറ്റാനിറങ്ങിയ ഇനസ് കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ചെലവ് കുറഞ്ഞ സേവനങ്ങളെ പ്രശംസിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടത്. മൺട്രോത്തുരുത്തിലെത്തിയപ്പോഴാണ് കനത്ത ചുമ ബാധിച്ചത്. തുടർന്ന് അടുത്തുള്ള ഫാർമസിയിൽ പോയി മരുന്ന് ചോദിച്ചു. ചുമയ്ക്കുള്ള ഒരു കുപ്പി സിറപ്പും തൊണ്ടവേദനയ്ക്കുള്ള 3 പാക്കറ്റ് ഗുളികകളുമാണ് ആ ഫാർമസിസ്റ്റ് ഇനസിന് നൽകിയത്. ബില്ല് വന്നപ്പോഴാകട്ടെ വെറും 252 രൂപ മാത്രം. അവർ പങ്കുവച്ചത് ഇങ്ങനെയാണ്: ഞാൻ കരുതി ഇതിന് നല്ല വിലയാകുമെന്ന്. എന്നാൽ ഇന്ത്യയിൽ ഇതിനെല്ലാം കൂടി വെറും 2 യൂറോ, ഏകദേശം 252 രൂപ മാത്രമേ ആയുള്ളൂ. ചുമയ്ക്കുള്ള ഒരു കുപ്പി സിറപ്പും 3 പാക്കറ്റ് തൊണ്ടവേദനയ്ക്കുള്ള ഗുളികകളും ചേർത്ത് വെറും 252 രൂപയുടെ ബില്ല് കിട്ടിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയെന്നാണ് ഇനസ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. വിലക്കുറവ് കണ്ട് എനിക്കിവിടെ സ്ഥിരതാമസമാക്കാനാണ് തോന്നുന്നത്. തമാശ രൂപേണ ഇനസ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. വീഡിയോ വൈറലായതോടെ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ രസകരമായ കമന്റുകളുമായി രംഗത്തെത്തി. ഇനസ് വാങ്ങിയത് കൂടുതൽ വിലയുള്ള മരുന്നാണെന്നാണ് പലരുടെയും പക്ഷം. സർക്കാർ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ ഈ വാങ്ങിച്ച മരുന്നുകളൊക്കെ സൗജന്യമായി ലഭിക്കുമായിരുന്നുവെന്ന് ഒരാൾ ഓർമ്മിപ്പിച്ചു. ബ്രാൻഡഡ് മരുന്നുകൾക്ക് പകരം സർക്കാർ സബ്സിഡി നൽകുന്ന ഫാർമസികളിൽ, അതായത് നീതി സ്റ്റോർ, ജൻ ഔഷധി പോലുള്ള സ്ഥാപനങ്ങളിൽ പോയാൽ ഇതിലും പകുതി വിലയ്ക്ക് മരുന്ന് കിട്ടുമെന്ന് മറ്റൊരാൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തു. ഇപ്പോൾ നമ്മളാരും പറഞ്ഞാൽ പോരാ മരുന്നുകൾക്ക് വില കുറവാണെന്ന്. വിദേശികൾ തന്നെ പറയണം, അല്ലേ? നമുക്ക് നമ്മുടെ വില അറിയണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ വിദേശത്ത് പോകണം, അല്ലെങ്കിൽ വിദേശികൾ ഇങ്ങോട്ട് വരണം.